സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ്. പ്രത്യേകിച്ച് വന്യമൃഗശല്യമടക്കമുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു. പക്ഷേ ആ വിഷയങ്ങളൊക്കെ എത്രത്തോളം നന്നായി ഉന്നയിക്കാനും അത് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയവുമാക്കാനും UDF സാധിച്ചിട്ടുണ്ടെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇനിയിപ്പോൾ നാളത്തെ ഒരു പകൽ കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷേ ഈ ജമാഅത്തെ വിഷയം അത് ഒരു തന്ത്രമായി CPM എടുക്കുന്നു. ആ തന്ത്രത്തിൽ ആ കെണിയിൽ നിങ്ങൾ വീണുപോകുകയും അതിനെന്നും മറുപടി പറഞ്ഞ് പോവുകയും ചെയ്യുമ്പോൾ അതിൽ ചോർന്നു പോകുന്ന വോട്ടുകളുമുണ്ടല്ലോ. അത് നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടവുമാണല്ലോ. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സ്മൃതി, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു സ്വഭാവം നമുക്കറിയാലോ. പല തലങ്ങളിൽ അത് നടക്കും. അതിലൊന്നാണ് ഇത്മട്ടിൽ ചാനലുകളിലായാലും പിന്നെ നമുക്ക് പൊതുവായി നടക്കുന്ന പബ്ലിക് ഡിബേറ്റുകൾ. ഞങ്ങൾക്കിവിടെ അതല്ലാത്ത ക്യാമ്പയിൻ സ്ട്രാറ്റജിയും ഉണ്ട്. വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയേണ്ടുന്ന രാഷ്ട്രീയം എന്താണോ അത് ജനങ്ങളോട് സംസാരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ ആവർത്തിച്ച് വരുന്നത്. ഞാൻ ഇന്ന് ഏതായാലും വല്ലാതെ അതിൽ ചുറ്റിത്തിരിയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, LDF എന്ന് CPM പറഞ്ഞതിനേക്കാൾ, സ്വന്തം പാർട്ടിയുടെ പേരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞതിനേക്കാൾ ജമാഅത്തെ ഇസ്ലാമി എന്നും വെൽഫെയർ പാർട്ടി എന്നും അവർ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണിത്. സ്വന്തം പാർട്ടിയുടെ പേര് പറയാൻ അവർക്ക് നേരമേ കിട്ടിയിട്ടില്ല. ഇപ്പൊ 2026 മുൻനിർത്തിയിട്ടാണല്ലോ ചർച്ച. ഒരൊറ്റ രാഷ്ട്രീയ ചോദ്യമേ ഉള്ളൂ. 2026 കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കും. നേരത്തെ അവിടെ തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ, ഇതേ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് അങ്ങോട്ട് പോയി CPMന്റെ സ്ഥാനാർത്ഥികൾ ചോദിച്ചു വാങ്ങിയ അനുഭവങ്ങൾ തെളിവ് സഹിതം ഈ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ പോകട്ടെ. വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിനകത്തോ കേരളത്തിന് വെളിയിലോ, തമിഴ്നാട്ടിലാവട്ടെ പശ്ചിമ ബംഗാളിലാവട്ടെ രാജസ്ഥാനിലാവട്ടെ, വെൽഫെയർ പാർട്ടിയോ ജമാഅത്തെ ഇസ്ലാമിയോ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ അവരുടെ പിന്തുണ ഞങ്ങൾ ഏത് മുന്നണിയുടെ ഭാഗമായാലും വേണ്ട എന്ന് പറയാൻ CPM ഇന്നെങ്കിലും തയ്യാറാകുമോ എന്നൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞങ്ങൾ ഇതിൽ എവിടെയും ചുറ്റിത്തിരിഞ്ഞിട്ടില്ല. ഞങ്ങൾ സംഘടിപ്പിച്ചുള്ള വലിയ ജനപങ്കാളിത്തമുള്ള നൂറുകണക്കിന് കുടുംബയോഗങ്ങളിൽ ഈ നിലമ്പൂർ ചർച്ച ചെയ്യേണ്ടുന്ന രാഷ്ട്രീയം വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അവരുടെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് ഞങ്ങൾ വോട്ട് വാങ്ങുന്നതെന്ന് ഇവിടുത്തെ LDFന്റെ പ്രതിനിധി പറഞ്ഞല്ലോ. ജൂൺ മാസം 12-ാം തീയതിയാണ് സ്മൃതി ആ രണ്ടു കൂട്ടരും നിലമ്പൂരിൽ പ്രചരണത്തിലെത്തിയത്. ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം അവിടെ ഒരു ഉത്തരവ് ഒപ്പുവെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ 12 അംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ സാലറി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നത്. അന്ന് തന്നെയാണ് ആ സമരം ചെയ്ത ആശമാരും നിലമ്പൂരിലെത്തിയത്. അവരെ നമുക്ക് SUCIക്കാരെന്ന് വിളിക്കാം, പാട്ടപ്പിരിവ് സമരക്കാർ എന്ന് വിളിക്കാം. പക്ഷെ അവർ സമരം ചെയ്യുന്ന ഞങ്ങൾ 500 പേരുടെ കൂലിയാ കൂട്ടിത്ത എന്നൊരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല. അവരാവശ്യപ്പെട്ടത് കേരളത്തിൽ ജോലി ചെയ്യുന്ന 26,000-ഓളം വരുന്ന ആശമാർക്ക് നിങ്ങൾ ഒരു 100 രൂപയെങ്കിലും ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുമോ, ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കുമോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഞങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ്. എന്നാൽ സമരം നടക്കുന്ന കാലയളവിലാണ് PSC മെമ്പർമാരുടെ ഇത് വർദ്ധിപ്പിച്ചത്. സർക്കാരിന്റെ 4-ാം വാർഷികം 100 കോടി ചെലവാക്കി ആഘോഷിച്ചത്. ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തിന്റെ സ്ലോ മോഷൻ വീഡിയോ പ്രചരിപ്പിക്കാനും ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനും PRD ഡിപ്പാർട്ട്മെന്റിന് പുറമെ ചുമതലപ്പെടുത്തിയ ഈ സോഷ്യൽ മീഡിയ ടീമിന് ഈ ശമ്പള വർധനവ് നടത്തിയത്. അത് ഞങ്ങളിവിടെ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. വയനാടിലെ മുണ്ടക്കൈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ ഭൗതികാവശിഷ്ടങ്ങൾ, അവരുടെ ഭൗതിക ശരീരങ്ങൾ ഏറ്റുവാങ്ങിയത് നിലമ്പൂരിലെ പോത്തുകല്ലായിരുന്നു. ചിലപ്പോൾ അത് ശിരസറ്റ ഒരു ഉടലായിരിക്കും, ചിലപ്പോൾ ഉടലറ്റ ഒരു ശിരസായിരിക്കും, ചിലപ്പോൾ അറ്റുപോയ കയ്യോ കാലോ ആയിരിക്കും. ആ ദുരന്തത്തിന് 1 വർഷത്തിന് പുറത്ത് അവരുടെ വാടക മുടങ്ങിയിരിക്കുന്നു, അവരുടെ നിത്യച്ചെലവ് മുടങ്ങിയിരിക്കുന്നു, അവരുടെ ചികിത്സ മുടങ്ങിയിരിക്കുന്നു, ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ടുന്ന സഹായങ്ങൾ മുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം മുടങ്ങുമ്പോൾ ഇപ്പൊ ചാലിയാറിലൂടെ വയനാട്ടിൽ നിന്ന് കുലം കുത്തി ഒഴുകി നിലമ്പൂരിലേക്ക് വരുന്നത് ആ പ്രളയത്തിൽ ബാധിക്കപ്പെട്ട മനുഷ്യരുടെ കണ്ണീരാണ്. ആ കണ്ണീരിന് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ പകരം ചോദിക്കണം. പ്രചാരണത്തിൽ പ്രധാനപ്പെട്ട വിഷയമാകാതിരുന്ന പ്രശ്നം കൂടിയുണ്ടല്ലോ. അഡ്വക്കേറ്റ് ഷിബു മീരാൻ. സ്മൃതി, അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഞങ്ങളുടെ ക്യാമ്പയിന്റെ 3-4 തലങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട്, ഇവിടെ കുടുംബയോഗങ്ങളാകട്ടെ, ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളാകട്ടെ, ഇവിടെയൊക്കെ വളരെ കൃത്യമായി പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ പറയുന്നു, നിലമ്പൂരിലെ വോട്ടർമാരോട് ഞങ്ങളത് കൺവേ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ ആത്മവിശ്വാസം അസ്ഥാനത്തല്ല എന്ന് ജൂൺ മാസം 23-ാം തീയതി കേരളത്തിന് ബോധ്യപ്പെടും. എണ്ണയിട്ട യന്ത്രം കണക്കെ
ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി ഇവിടുത്തെ വന്യജീവി വിഷയങ്ങളടക്കം ആരാണ് ഇവിടെ പറഞ്ഞല്ലോ, വിവാദങ്ങൾക്ക് പുറകെ ഞങ്ങൾ പോയിട്ടില്ല. വിവാദങ്ങൾ ഇവർ ഉണ്ടാക്കിയായിരുന്നു. ഈ ദിവസങ്ങളിലാണ് 15 വയസ്സുള്ള ഒരു കുട്ടി പന്നിക്കണിയിൽ പെട്ട് ഷോക്കേറ്റ് മരിച്ചത്. അത് ഒരു ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് അത് വിഴുങ്ങേണ്ടി വന്നില്ലേ? ഇനി ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വിഴുങ്ങേണ്ടി വന്നല്ലോ. ഇന്നലെ പറഞ്ഞല്ലോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കാത്ത കൂട്ടരാണിവർ. എല്ലാ ദിവസവും രാവിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പത്രക്കാരെ കാണുന്നുണ്ട്. ഇന്നലെ രാവിലെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആരെയും പാക് അനുകൂലികളാക്കുന്ന സമീപനം ഞങ്ങൾക്കില്ല. ഗോവിന്ദ മാഷ് ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞത് എന്ന് എനിക്ക് അറിയില്ല എന്നാണ്. സ്ഥാനാർത്ഥികൾ മിതമായി സംസാരിക്കുക എന്നുള്ളത് UDF-ന്റെയും തന്ത്രമാണ്. 2 സ്ഥാനാർത്ഥികളും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല. അത് പറയാൻ മറ്റു നേതാക്കളുണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ അത് പറയുന്നില്ല. സ്ഥാനാർത്ഥികൾ പറയുന്നതല്ല ഇപ്പോൾ നേതാക്കൾ പറയുന്നത് നമ്മൾ കാണുന്നതാണല്ലോ. MV ഗോവിന്ദനായാലും അപ്പുറത്ത് VD സതീശനായാലും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ കഴിയാത്ത അതിരുകടന്ന ഒരു പ്രസ്താവന. അത് വന്നത് വസ്തുതാവിരുദ്ധമായ ഒന്ന്. അത് വന്നത് ഗോവിന്ദ മാഷ്ട ഭാഗത്തു നിന്നാണ്. നേരത്തെ വന്നത് വനം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്താണ്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ക്യാമ്പയിൻ പിഴച്ചത് അവർക്കാണ്. ഈ പറയുന്ന ഭരണ നേട്ടങ്ങളൊന്നും പറയാതെ ആദ്യാവസാനം ഒരേ ഒരു കാര്യം പറഞ്ഞ് അവർ തെരഞ്ഞെടുപ്പിന് നേരിട്ട് എന്താണ് പറയേണ്ടത് അത് വളരെ കൃത്യമായി. നിങ്ങൾ മുസ്ലിം ലീഗ് അവിടുത്തെ ന്യൂനപക്ഷ വോട്ട് പൂർണ്ണമായും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ, അതിനുള്ള പ്രവർത്തനം നിങ്ങൾ അവിടെ നടത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംവിധാനം, ആ സംവിധാനത്തിന്റെ പിന്തുണ സ്വീകരിക്കുമ്പോൾ അവർ ഇപ്പോൾ പഴയ നിലപാടിലല്ല എന്നുകൂടി കൂടുതൽ ആയിട്ട് ചില നേതാക്കൾ നിങ്ങളിൽ നിന്ന് പ്രതികരണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം വിഭാഗത്തിൽ തന്നെയാണ് അതിൽ പ്രതിഷേധമുണ്ടാകുന്നത്. ഇപ്പോൾ AP വിഭാഗം, കാന്തപുരം വിഭാഗം കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പമാണ്. പക്ഷെ അവരുടെ തുടരെയുള്ള പ്രസ്താവനകളുണ്ട്. ആ പ്രസ്താവനകൾ അങ്ങനെ പ്രത്യേകിച്ച് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന നിലപാടില്ലാത്ത മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, ആളുകൾക്കിടയിൽ ഒരു സംശയം ജനിപ്പിക്കാമല്ലോ. ഇത്തവണ എന്ത് ചെയ്യണമെന്നൊരു സംശയം ജനിപ്പിക്കാമല്ലോ. അതിന് ഉള്ള ഒരു ഇടവരുത്തുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല. അപ്പോൾ ആ വോട്ട് ഭിന്നിക്കുന്നു. അപ്പുറത്ത് UDF-ന് കിട്ടിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ വോട്ട്, ആ ഭൂരിപക്ഷ വോട്ട് പൂർണ്ണമായും കിട്ടാനുള്ളൊരു തന്ത്രം കൂടിയാണ് അവിടെ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നിലമ്പൂരിൽ നിൽക്കില്ല എന്ന്. സ്മൃതി, വളരെ കൃത്യമായ തിരിച്ചറിവ് ആ വിഷയത്തിൽ ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇവിടെ CPM-ന് പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. ഇവരെല്ലാ കാലത്തും ഇത്തരത്തിൽ വൈകാരികമായ വിഷയങ്ങൾ എറിഞ്ഞുകൊടുത്താൽ അതിൻ്റെ പിറകെ വരുന്നവരാണ് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് തെറ്റിദ്ധരിച്ചാണ് എല്ലാ കാലത്തും ഇവർ വലവീശിയിട്ടുള്ളത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്നങ്ങോട്ട് പറഞ്ഞു പേടിച്ചാൽ ബാക്കി എല്ലാ രാഷ്ട്രീയ ബോധ്യങ്ങളും അടിയറ വെച്ച് ഇവിടുത്തെ മതസമുദായിക സംഘടനകൾ മുഴുവനും, മുസ്ലിങ്ങൾ മുഴുവനും ഇടതുപക്ഷത്തിന്റെ പുറകെ പോകും എന്ന ധാരണ യഥാർത്ഥത്തിൽ തെറ്റാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഈ യൂണിഫോം സിവിൽ കോഡ്, ഫലസ്തീൻ തുടങ്ങിയ വൈകാരിക വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇവരൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചതും അത് പരാജയപ്പെട്ടപ്പോൾ ആ കാർഡ് മടക്കി കയ്യിൽ വെച്ചിട്ട് ഇവിടുത്തെ മനുഷ്യന്മാരെ ഭീകരവാദികൾ എന്ന് വിളിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് നമ്മൾ കണ്ടതല്ലേ. ഓവർ റീഡിംഗ് ആണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് അവര് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി വളരെ കൃത്യമായി സാമ്രാജ്യത്വ വിരുദ്ധമായ, ഫാഷിസ്റ്റ് വിരുദ്ധമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോകുന്നവരാണ്. എത്ര വിവേകത്തോടെയാണ് ആ മനുഷ്യർ എല്ലാ കാലത്തും വോട്ട് ചെയ്തതെന്ന് പരിശോധിച്ച്. ഈ നിലമ്പൂരിലാവട്ടെ മലപ്പുറത്ത് എവിടെയും ആവട്ടെ BJP-ക്കെതിരെ കൃത്യമായി, പിന്നെ കോൺഗ്രസിന്റെ കൂടെയുള്ള നിലപാടുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രീണന ക്യാമ്പയിൻ അവസാനിപ്പിച്ച് നേർക്കുനേരെ സംഘപരിവാറിനെ തോൽപ്പിക്കുന്ന മുസ്ലിം വിദ്വേഷ ക്യാമ്പയിൻ CPM ഏറ്റെടുത്തതിലുള്ള വലിയ അമർഷം അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക്, മതനിരപേക്ഷവാദികൾക്ക് അതുണ്ട്. മലപ്പുറത്തെ പറ്റി CPM 4 ഭള്ളു പറയുമ്പോൾ, തീവ്രവാദികൾ എന്ന് വിളിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് എ മുസ്ലിം ഇഷ്യൂ. ഇത് അതല്ല, മുസ്ലിങ്ങളല്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന ജില്ലയാണ്. അത് അവരുടെ കൂടി കൺസേൺ ആണ്. അവരുടെ കൂടി പ്രതിഷേധത്തിന്റെ ചൂട് ഈ തെറ്റായ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ പേരിൽ വളരെ അച്ചടക്കത്തോടെ നടക്കേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് അടിമുടി ഇസ്ലാമോഫോബിക്ക് മാറ്റാൻ ശ്രമിച്ചതിന്റെ വില ഈ തെരഞ്ഞെടുപ്പിലും CPM കൊടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് കൊടുത്തു, ഈ നിലമ്പൂരിലും അത് കൊടുക്കും, വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും. കേരളത്തിൽ നമുക്ക് പരിചയമില്ലാത്ത ഈ വർഗീയ കാർഡ്, ഈ ഇസ്ലാമോഫോബിക് പൊളിറ്റിക്സിന്റെ കാർഡ് ഇറക്കി കളിച്ചതിന് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളും CPM-നെ വിചാരണ ചെയ്യുന്നത്, ശിക്ഷിക്കുന്നത് നാം കാണുമെന്ന് സ്മൃതി ഞാൻ തറപ്പിച്ചു പറയുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.